റോം കീഴടക്കുമെന്നും പത്രോസിന്റെ ബസിലിക്കയുടെ മുകളിൽ IS-ന്റെ കൊടി പറപ്പിക്കുമെന്നും ഈ തീവ്രവാദികൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അച്ഛാ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കാലത്ത് പാലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ്. സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞയാൾ. എന്നിട്ടും എന്തേ റോം പിടിച്ചെടുക്കുമെന്ന് ഹമാസ് തന്നെ പറഞ്ഞത്? ലോകം ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൂപ്പുകുത്തുകയാണോ? വിവിധ രാജ്യങ്ങളുടെ സ്ഥിതി നോക്കിയാലും ലോകം ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹമാസ് റോം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു വെച്ചത്? ഇസ്ലാമിക ഭീകരത കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ ഷിക്കേന പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറേക്കടവിലച്ഛൻ. അച്ഛാ, എന്തുകൊണ്ടാണ് ഈ ഹമാസ് റോം തകർക്കണമെന്ന് ഈ മുറവിളി കൂട്ടുന്നത്? അതിന്റെ പിന്നിലെ അവരുടെ ലക്ഷ്യം എന്ത്? കാരണം മാർപ്പാപ്പയൊക്കെ മൈഗ്രേഷനൊക്കെ അനുകൂലമായി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനാണ് മാർപ്പാപ്പയെ ഇവർ ശത്രുവായി കാണുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പാരമ്പര്യ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പിന്നീടാണ് ഇസ്ലാമിക നവീകരണം, ഈ വഹാബിസോ കയറി വന്നത്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഇബ്ൻ തൈമിയയിൽ തുടങ്ങുന്ന റിട്ടേൺ ടു ദ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകണമെങ്കിൽ മുഹമ്മദിൻ്റെ ജീവിതചര്യയിലേക്ക് തിരിച്ചു പോകണം, ഖുറാൻ വായിച്ച് അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ആശയത്തിലേക്ക് വന്നതിന് ശേഷമുണ്ടായ വികാസങ്ങളാണിത്. ഇവർ ഈ പണ്ട് മുഹമ്മദ് കണ്ടിരുന്നത് പോലെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് യൂറോപ്പിനെ കാണുന്നത് പഴയ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ്. കാലം മാറിയതോ ലോകം മാറിയതോ സംവിധാനങ്ങൾ മാറിയതോ ഇവർ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് റോമായി കാണുന്നത് കൊണ്ട് ഈ സാമ്രാജ്യത്തെ നശിപ്പിക്കണം. അത് നശിപ്പിച്ചുകൊണ്ടാണല്ലോ സാമ്രാജ്യം സ്ഥാപിച്ചത്. നശിപ്പിക്കണം എന്നുള്ളത് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയാണ്. ജിഹാദികളുടെ മനസ്സിലുള്ള റോം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റോമിൻ്റെ അറബിക്ക് റൂമാണ്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബൈസൻ്റൈൻ സാമ്രാജ്യത്തെയാണ് ആദ്യം അതിൻ്റെ അർത്ഥമായിട്ട് എടുക്കുന്നത്. ഈ ആധുനിക കാലത്ത് ഇവരുടെ മനസ്സിൽ റോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂറോപ്പ് എന്നും അതിൻ്റെ കേന്ദ്രമായിട്ട് കാണുന്ന വത്തിക്കാൻ എന്നും വളരെ ചുരുക്കമായിട്ട് അമേരിക്ക എന്നുമാണ്. യൂറോപ്പും വത്തിക്കാനുമാണ് റോം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഈ റോമിൻ്റെ സ്ഥലത്തോടുള്ള വിദ്വേഷമല്ല, അത് മതപരമായ വിദ്വേഷമാണ്. ഈ ജിഹാദികളുടെ സാധാരണ മുദ്രാവാക്യമാണ് റോം കീഴടക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് കീഴടക്കുക എന്നാണ്. നമ്മുടെ ഒസാമ ബിൻ ലാഡനൊക്കെ ഈ ചിന്തക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് സമം കുരിശു യുദ്ധക്കാർ എന്നാണ്. അതായത് പണ്ട് ഇവർ കാണുന്ന ശത്രുവായിട്ട് തന്നെ ഇന്നും അത് കണ്ട് അത് പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു ആശയം. അതുകൊണ്ട് ഇത് താത്വികമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളുണ്ടാകുന്ന ഒരു ചിന്തയല്ല റോം കീഴടക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവരിപ്പം ഈ ലോകാന്ത്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ തെളിവ് എന്താണ്? വാസ്തവത്തിൽ ഈ IS-ന് ഒരു മാസിക 2014 തുടങ്ങിയൊരു മാസികയുണ്ട്. 16 വരെയൊക്കെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. മാസിക എന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ദബീക്ക് എന്നാണ് അതിൻ്റെ പേര്. അത് സിറിയയിലെ ഒരു സ്ഥലമാണ് ഈ ദബീക്ക് എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അന്ത്യയുദ്ധം ഈ ദബീക്കിൽ വെച്ചുണ്ടാകും. അവിടെ വെച്ച് മുസ്ലിങ്ങൾ റോമ കീഴടക്കും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ത്യയുദ്ധമായി സമയമായി, അന്ത്യകാല യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ റോമ കീഴടക്കുന്നവർ പറഞ്ഞിരുന്നു ആ സാധനമാണ് എല്ലാ സ്ഥലത്തൂടെയും വരുന്നത്, ഈ IS പറഞ്ഞിരുന്ന സാധനം. ദബീക്കിൽ വെച്ച് വാസ്തവത്തിൽ അവർ ചെയ്ത യുദ്ധത്തിൽ 2016 തുർക്കി അവരെ പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ നാണം കെട്ടുമെന്ന് പറയാം. അപ്പോൾ അവർ ഈ മാസികയുടെ പേര് മാറ്റി റൂമിയ എന്നാക്കി. റൂമിയ എന്ന് പറഞ്ഞാൽ റോമ എന്നാണ് അർത്ഥം. IS തുടർച്ചയായിട്ട് റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായിൽ IS-ൻ്റെ ആ കറുത്ത കൊടി സ്ഥാപിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്. ഇതുകൊണ്ടാണ് ഇവരും പലപ്പോഴും ഈ കൊടി അവിടെ ഇവിടെയൊക്കെ പലപ്പോൾ ദേവാലയം കുത്തിപ്പൊളിച്ചൊക്കെ ചെയ്യുന്നത്.
അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോകാന്ത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ സിറിയയിലും ഇറാഖിലും ഒക്കെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയത്. അല്ലെങ്കിൽ ലിബിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 21 പേരുടെ കഴുത്ത് കണ്ടിച്ചതിന് ശേഷം അതിൻ്റെ ഓഡിയോ വിട്ടിരുന്നത് റോമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് റോമിനെ ശത്രുവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അന്ത്യയുദ്ധം നടക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണെന്നുള്ളതാണ് ഇവരുടെ ഒരു ജനറൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് സോഴ്സിലൊക്കെ അധിഷ്ഠിതമാണെന്നുള്ളത് സാധനം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹദീസിൽ സുനൻ ഇബിൻ മജ 4088 അവസാന കാലത്ത് നീതിയും ന്യായവും നടത്താനായിട്ട് അന്ത്യവിധിക്ക് മുമ്പ് എത്തുന്ന ഒരു ഭരണാധികാരിയായ മഹ്ദിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് പറയുന്നത് അന്ത്യഭരണാധികാരിയായ മഹ്ദിയുടെ ഭരണത്തിൻ്റെ വഴിയൊരുക്കി ഒരു ജനം കിഴക്ക് നിന്ന് വരും എന്നാണ് ഇബിൻ മജ 4088 പറയുന്നത്. ഇനി ഇബിൻ മജ 4084 പറയുന്നതനുസരിച്ച് കിഴക്ക് നിന്ന് കറുത്ത കൊടിയും ധരിച്ചു വരുന്ന ഒരു ജനം നിങ്ങളെ മുമ്പെങ്കും ചെയ്തിട്ടില്ലാത്ത വിധം വധിക്കും, അവരുമായി ചേരണം, കാരണം അവരുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ ഖലീഫ മഹ്ദി ഉണ്ടായിരിക്കുമെന്നാണ് അടുത്ത ഈ ഒരു ഹദീസ് പറയുന്നത്. അതായത് ഇബ്ൻ മജ 4084. അതുകൊണ്ട് ISIS എന്ത് ചെയ്തു? കറുത്ത കൊടി സ്വീകരിച്ചു. നമ്മൾ ഈ കൊടി എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഒരു കാലത്ത് ഈ ഹലാൽ എന്നെഴുതി വെക്കുന്ന ബോർഡൊക്കെ ആളുകൾ ഉപേക്ഷിച്ചപ്പോൾ കറുത്ത കൊടി കുത്തി വെക്കുന്ന അല്ലെങ്കിൽ കറുത്ത ബോർഡ് വെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിലെങ്കിലും കണ്ടിരുന്നു. അപ്പോൾ ഈ ISIS കറുത്ത കൊടി സ്വീകരിച്ചതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് കടുത്ത കൊടിയായിട്ട് വരുന്നവർ ഈ അന്ത്യകാലത്തേക്ക് വരുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഖലീഫ സ്ഥാനം അവിടെ ഇറാഖിലും സിറിയയിലും സ്ഥാപിച്ചത് ഈ അടിസ്ഥാനത്തിലാണ്. തങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഈ കിഴക്ക് നിന്ന് വരുന്ന പട്ടാളം എന്ന് അവർ തന്നെ പ്രഘോഷിച്ചു. അല്ലെങ്കിൽ മിഷ്കാത്ത് അൽ മസാബിയുടെ 5461 ഇത് തന്നെ, അതായത് ഈ കറുത്തുകൂടിയുമായിട്ട് വരുന്ന ജനങ്ങളുടെ ഖലീഫ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചിന്തകളെല്ലാം ഇവരുടെ ഈ ISISൻ്റെയും പിന്നെ അതുമായിട്ട് ചേർന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലിരിപ്പുണ്ടെന്നുള്ളത് കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അച്ഛാ, ഈ ലോകാന്ത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോകാവസാനത്തിൽ മഹ്ദി വരുമെന്നുള്ള ഒരു ആശയം അതൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് ഉരുത്തിരിഞ്ഞു വന്നത്? ഈ ലോകാന്ത്യമുണ്ട് എന്നും അതുപോലെ തന്നെ ലോകാന്ത്യത്തിൽ വിധിയാളനായിട്ട് ക്രിസ്തു വരുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മുഹമ്മദ് കടന്നു വരുന്നത് നമുക്കറിയാമല്ലോ. അദ്ദേഹം പുതിയൊരാശയം അതിനോട് ചേർത്ത് അവതരിപ്പിച്ചു, അത്രയേ ഉണ്ടായുള്ളൂ. ഇമാം മഹ്ദി എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കുടുംബക്കാരനായിരിക്കുമെന്നാണ് പറയുന്നത്. മഹ്ദി വന്നതിന് ശേഷം ഈസ വരികയും മഹ്ദിയോടൊത്ത് ദജ്ജാളുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ തെസ്സലോനിയക്കാരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 വായിച്ചാൽ ക്രിസ്തു സാത്താനെ തകർക്കും എന്നൊരു വാക്യം അവിടെ പറയുന്നുണ്ട്. അവസാനം ലോകാന്ത്യത്തിൽ ക്രിസ്തു വരുമ്പോൾ സാത്താൻ്റെ രാജ്യം തകർത്ത് കളയുമെന്ന് പറയുന്നതിനെ ഈ വ്യാഖ്യാനിച്ച് ഇങ്ങോട്ട് കടക്കുന്നതാണ്. അങ്ങനെ ഈ ഈസാ വരുമ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഈസാ വരുമ്പോൾ കുരിശ് ഒടിച്ചു കളയുകയും പന്നികളെ കൊന്നുകളയുകയും ജിസിയ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർ കൂട്ടിച്ചേർത്തു. അത് നമുക്ക് ബുഖാറിയുടെ 2476 കാണാനായിട്ട് കഴിയും. ഇത് വ്യാഖ്യാനിച്ചാണ് വാസ്തവത്തിൽ ഈ തീവ്രവാദികൾ ക്രിസ്തീയ ജനങ്ങളെല്ലാം നശിപ്പിക്കുകയും ദേവാലയങ്ങൾ തകർക്കുകയും ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അന്ത്യത്തിൽ സംഭവിക്കേണ്ടതാണല്ലോ ഈ തകർച്ചയൊക്കെ. ക്രിസ്തു വരുമ്പോൾ കുരിശു തകർത്ത് കളയുമെന്നാണല്ലോ പറയുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റി ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പല സ്ഥലത്ത് ഇവർക്ക് റെഫറൻസ് ഉണ്ട്. ബുഖാറിയുടെ 2222 അതുപോലെ ജമിയത്ത് തിർമിദി 2233 ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ത്യയുദ്ധം നടക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ ഈസ വരുമ്പോൾ കുരിശ് ഒടിച്ചു കളയും എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് വേർപെടുത്തുകയാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് വെറും മനുഷ്യനായിട്ട് അവതരിപ്പിക്കാൻ സാധ്യമാവുള്ളൂ. ദൈവത്തിനായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ രണ്ടാമത്തത് ക്രിസ്തുവിനെ വെറും മനുഷ്യനാക്കും. രണ്ടാമത്തത് വാസ്തവത്തിൽ പന്നികളെ കൊന്നുകളയും എന്ന് പറയുന്നതാണ്. പന്നികളെ കൊന്നുകളയും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ഒരു ശരിയ നിയമം വരും.
എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ ജസിയ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്കാലത്ത് എല്ലാവരും മുസ്ലിങ്ങളായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളതാണ് ഈ ഹദീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് പതിഞ്ഞിരിക്കുകയാണ്. ലോകാവസാനം ഉടനെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. പഴയ കാലത്ത്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, പഴയ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കമ്മ്യൂണിസം വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നല്ലോ. ഇങ്ങനെ ഇതുടനെ വരും എന്നുള്ള ചിന്ത മനസ്സിലിരിക്കുന്നതുകൊണ്ട് അതുടനെ പെട്ടെന്നാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ തീവ്രവാദം മുഴുവൻ ചെയ്തു കൂട്ടുന്നത്. ഈസ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇസ്ലാമിക അന്ത്യക്രിസ്തുവിനെ ഇസ്രായേലിലെ ലോദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ടെലവീവ് എയർപോർട്ട് സ്ഥലമാണ്, ലോദിൻ്റെ കവാടത്തിൽ വെച്ച് വധിക്കുമെന്നാണ് ജമിയ തിർമിദിയുടെ 2244 പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ സഹീഹ് മുസ്ലിമിൽ 2937 പറഞ്ഞിട്ടുണ്ട്. മഹ്ദി നീതിമാനായിട്ടുള്ള ഭരണാധികാരിക്കുമെന്നും അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും ഈസ എന്നുമാണ് ഇവരുടെ ഒരു പ്രഖ്യാപനം. ഇനി ഈസ പ്രത്യക്ഷപ്പെടുന്ന എവിടെയാണെന്ന് ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ദമാസ്കസിലുള്ള വെള്ള മിനാരത്തിനടുത്താണ് ഈസ വരുന്നത്. പക്ഷേ റോം കീഴടക്കുമെന്നൊക്കെ പറയുകയുണ്ടായല്ലോ, അപ്പോൾ അതെവിടെയാണ് ഇവർ പറഞ്ഞു വെച്ചത്? ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഒരു പരസ്യമായിട്ട് പറയാനാണെങ്കിൽ ഈ നമ്മൾ ദബീഖ് എന്ന് പറയുന്ന മാസികയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇത് 2014 ജൂലൈ ലക്കം 1 പറയുന്നത് ഖലീഫയുടെ തിരിച്ചുവരവ് എന്നുള്ളൊരു ലേഖനമാണ്. അല്ലാഹുവിൻ്റെ അനുവാദത്തോടെ നാം റോം കീഴടക്കും എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് 2014. ഇനി ഇതിൻ്റെ ലക്കം 4 2014 തന്നെയാണ്. പരാജയപ്പെട്ട കുരിശുയുദ്ധം, ദ ഫെയിൽഡ് ക്രൂസൈഡ് എന്ന് പറയുന്നതിനകത്ത് പടിഞ്ഞാറിനെ അതായത് ഈ യൂറോപ്പിനെ വിളിക്കുന്നത് കുരിശുദ്ധക്കാർ എന്ന് തന്നെയാണ്. ഈ വാക്ക് ഇടയ്ക്ക് നമ്മൾ കേൾക്കും. ലക്കം 7 2015 പറയുന്നത് ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ ഈ 21 പേരെ തലയർത്ത കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അത് മെസ്സേജ് വിടുന്നത് വന്ന ലക്കത്തിൽ പറയുന്നതാണ്, ഞങ്ങൾ റോമ കീഴടക്കും എന്നതിൻ്റെ രക്തത്തിൽ അടയാളപ്പെടുത്തിയ സന്ദേശമാണ് ഇതെന്നാണ്. അതായത് ഇവരുടെ ശരിക്കുള്ള പ്ലാനാണ് ഇത് കീഴടക്കും എന്ന് പറയുന്നത്. അത് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ചെയ്യുന്നതാണ്. ദബിക്ക് നിർത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മാസിക ആരംഭിച്ചു. അതിൻ്റെ പേര് റൂമിയ എന്നാണ്. അതിൻ്റെ പേര് റോമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇറാഖിലും സിറിയയിലും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നത് ഇപ്പോൾ 3 സാധ്യതകളാണ് ഈ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ മതം മാറ്റം, ഇല്ലെങ്കിൽ ജിസിയ കൊടുക്കുക, ഇല്ലെങ്കിൽ മരണം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും നാട് വിട്ടുപോയി, ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു, ഈ ക്രിസ്ത്യാനികൾ ഒത്തിരി പീഡനം സഹിക്കുകയുണ്ടായി. നമ്മൾ ആഫ്രിക്കയിൽ നൈജീരിയയിൽ പോവുകയാണെങ്കിൽ ബൊക്കോ ഹറാം ലേക്ക് ചാദിൽ പ്രദേശത്ത് വളരെ കാലമായിട്ട് ഈ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കർമ്മപരിപാടികൾ വളരെ സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. പള്ളികൾ തകർത്തു, വൈദികരെയും ജനങ്ങളെയൊക്കെ ബന്ധികളാക്കുന്നു, കൊല്ലുന്നു, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. അതുപോലെ സോമാലിയയിൽ ഈ ISISുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരുടെ നാട്ടിലും അടുത്തുള്ള രാജ്യങ്ങളിലേക്കും തീവ്രവാദം വളർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു കേസ് പറയുകയാണെങ്കിൽ ഗരീസ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നടന്ന സംഭവം 2015 അവർ വിദ്യാർത്ഥികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആളുകളെ ക്രിസ്ത്യാനികളെ തിരിഞ്ഞു, നമ്മുടെ പഹൽഗാം ചെയ്തതുപോലെ. എന്നിട്ട് 148 പേരെ കൊന്നുകളഞ്ഞു, 79 പേർക്ക് അവിടെ മുറിവേൽക്കുകയും ചെയ്തു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോയിലും അതുപോലെ മൊസാംബിക്കിലും IS അനുയായികൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ വധിച്ചു, അവരുടെ വീടുകളും പള്ളികളൊക്കെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവിടുന്ന് ഈ ക്രിസ്തു വിശ്വാസം ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിൽ ഈ മഹ്ദി വരുമ്പോൾ ഇവിടെ ഈ ജസിയ ഇല്ലാതാകുമെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ്. നമ്മുടെ നാട്ടിൽ നടന്ന ഈ ലവ് ജിഹാദും കാര്യങ്ങളൊക്കെ ഇതിൽ ബന്ധപ്പെട്ടാണ്. അച്ഛാ, ISIS മുതലായ തീവ്രവാദ സംഘടനകൾ ലോകാവസാനത്തിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമനുസരിച്ച് ലോകാവസാനത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെയും നശിപ്പിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അച്ഛാ, ആ ഒരു വൈകാരിക ചിന്താഗതിയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? നമ്മൾ ഈ തീവ്രവാദ ആക്രമണം നടക്കുന്ന സമയവും സ്ഥലങ്ങളും നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അത് അധികവും പള്ളികളും ക്രിസ്തീയ പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെയാണ്. അതുപോലെ ഇവർ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ വാർത്തകൾ കാണാമെന്നുള്ള പള്ളിയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ ഈ പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ചതിനെതിരാന്ന് ഓർത്തുകൊള്ളണം. നിങ്ങൾ മുറിയിൽ കടന്ന് കഥകടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സാധാരണ അവർ റോട്ടിൽ കൂടെ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പള്ളികൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്നു. നമ്മൾ നോക്കുക, ചരിത്രത്തിലേക്ക് പോകണം. 2011 ജനുവരി 1 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ
കോപ്റ്റിക് പള്ളിയിൽ ആക്രമിച്ചു, 23 പേരെ കൊന്നു, നൂറിലധികം ആളുകൾക്ക് മുറിവേറ്റു. 2010 നോക്കാൻ നൈജീരിയയിൽ ഡിസംബർ 24 മൈഡുഗുരി എന്ന് പറയുന്ന സ്ഥലത്ത് ബൊക്കോ ഹറാം 2 പള്ളികൾ ആക്രമിച്ചു, 30-ൽ അധികം ആളുകളെ വധിക്കുകയുണ്ടായി. 2015 കെനിയയിൽ ഗരീസയിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പിള്ളേരെ പിടിച്ചു കൊന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2015 തന്നെ സിറിയയിലെ ക്രിസ്തീയ ഗ്രാമം ആക്രമിച്ചിട്ട് 200ഓളം ക്രിസ്ത്യാനികളെ തടവുകാരാക്കി കൊണ്ടുപോയി. 2015 പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളെ ഈ ലഷ്കർ ഇ ജാൻബി ടാർഗറ്റ് ചെയ്തു, പക്ഷേ അത് നടപ്പാക്കാൻ പറ്റിയില്ല. 2019 ഏപ്രിൽ 21 ശ്രീലങ്കയിൽ നമ്മുടെ അടുത്ത് ഉള്ള ഈ രാജ്യത്ത് 3 പള്ളികളിൽ ഈസ്റ്റർ കുർബാനയുടെ സമയത്ത് ബോംബിങ് നടത്തി 250 പേര് മരിക്കുകയും വളരെയധികം ആളുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തു. 2023 ഡിസംബർ 3 ഒരു കത്തോലിക്ക ആരാധനം, അതായത് ഫിലിപ്പൈൻസിൽ അവിടെ ബോംബിട്ടതിൻ്റെ ഫലമായിട്ട് 4 പേര് മരിച്ചു, 40 പേർക്ക് മുറിവേറ്റു. 2025 ഈ വർഷം സിറിയയുടെ ദമാസ്കസിൽ സെയിൻറ്റ് ഏലിയാസ് പള്ളിയിൽ ജൂൺ 22 ബോംബിങ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർ ഡസൻ കണക്കിന് ആളുകളെ വധിച്ചു. ഇതിങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കിയ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് പല ആക്രമണങ്ങൾ കാണാൻ സാധിക്കും. 2000 ഡിസംബർ 24 അൽഖൈഡയാണ് ഇന്തോനേഷ്യയിലെ 11 പട്ടണങ്ങളിലാണ് പള്ളികളിൽ ഒരേ സമയത്ത് കോർഡിനേറ്റഡ് ആയിട്ട് ആക്രമണം നടത്തിയത്. 18 പേരാണ് മരിച്ചത്, 100 പേർക്ക് മുറിവേറ്റു. 2008 ബാഗ്ദാദിലുകളിൽ പള്ളികളിൽ ബോംബിങ് നടത്തി. ഡിസംബർ 25 ഒരാളെ മരിച്ചുള്ളൂ, പക്ഷേ പലർക്കും മുറിവേൽക്കുകയുണ്ടായി. 2011 നൈജീരിയയിൽ ഡിസംബർ 25 ബൊക്കോ ഹറാമാണ് മെദാല്ലയിൽ സൂയിസൈഡ് ബോംബിങ് നടത്തി. സെയിൻറ്റ് തെരാസാസ് കത്തീഡ്രൽ പള്ളിയിലാണ് നടക്കുന്നത്. കുർബാനയുടെ സമയത്ത് 37 പേര് മരിച്ചു, പലരും മുറിവേറ്റു. 2016 ബെർലിനിൽ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ഡിസംബർ 19 ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റിയിട്ട് അത് 12 പേര് മരിച്ചു, 56 പേർക്ക് മുറിവേൽക്കുകയുണ്ടായി. ISIS ലിങ്ക്ഡ് ആയിട്ടുള്ള ആളുകളാണ്. 2016 17 അതായത് 16 ഡിസംബർ 11 കോപ്റ്റിക് പള്ളിയിൽ കൈറോയിൽ ഈജിപ്തിൽ സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ പള്ളിയാണ്. അതിനകത്ത് ഇവർ ഇത് നടത്തിയിട്ട് ആക്രമണം നടത്തിയിട്ട് 25 പേര് മരിച്ചു. 2017 കൈറോയിൽ തന്നെ ഡിസംബർ 29 തോക്കുധാരികൾ കോപ്റ്റിക്കുകളുടെ ഒരു കടയിൽ പള്ളിയോട് ചേർന്ന ഒരു ഷോപ്പിൽ ഇടിച്ചു കയറി 11 പേരെ വധിച്ചു. ഇതിങ്ങനെ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുക, അവരുടെ ആരാധനാലയം നശിപ്പിക്കുക എന്നൊക്കെയുള്ളത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇവരാക്രമിക്കുന്നത് ഈ പള്ളികളും സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും. അത് മിക്കവാറും ഈ പറയുന്ന പ്രധാനപ്പെട്ട ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രിസ്തുവിനോട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവും കുരിശും. ഇതാർക്കാണ് ക്രിസ്തുവും കുരിശും അരോചകമായിരിക്കും നമ്മൾ ബൈബിൾ വായിച്ചത് മനസ്സിലാവും. അപ്പോൾ ഇത് അങ്ങനെ ആക്രമിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 1 ക്രിസ്ത്യാനികൾ ഉന്മൂലനം ചെയ്യാം, 2 ഇതിന് വലിയ ലോകശ്രദ്ധ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷവേളകൾ ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ആളുകളെ പേടിപ്പിക്കാനും അവരുടെ ഐഡിയ പ്രചരിപ്പിക്കാനൊക്കെ സാധിക്കും. ഇങ്ങനെയുള്ള വലിയ ഈ തീവ്രവാദ ശ്രമങ്ങളും അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഇതും കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അവബോധം നമുക്കുണ്ടാകുന്നതും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യമാണത്. ഈശോ പറഞ്ഞതാണ്, നമ്മുടെ ഈ പതിയെപ്പോക്കും നമ്മുടെ ഈ പ്രവൃത്തി രീതി നിമിത്തം ഈശോ നമ്മളോടും ചോദിക്കുമോ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ